ഹൈന്ദവ സംസ്കാരത്തിന്റെ മഹിതമായ സ്വാധീനം വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ തുടക്കമായിരിക്കുകയാണ്. 30,000-ഓളം ആളുകളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വേദിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2-ന് ആരംഭിച്ചിരിക്കുന്ന പരിഷത്ത് ഫെബ്രുവരി 9-നാണ് അവസാനിക്കുന്നത്. ഒരു നൂറ്റാണ്ടും ഒരു വ്യാഴവട്ടവും പൂർത്തിയാക്കി അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 113ാമത് സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് ബ്രഹ്മശ്രീ ശ്രീകുമാരൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തോടെ 113ാമത് ഹിന്ദുമത പരിഷത്തിന്റെ വേദി ഉണർന്നു. രാവിലെ 11 മണിക്ക് പന്മന ആശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും എത്തിയ പദയാത്രയും സമന്വയിച്ച് ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ നിന്നും വിദ്യാധിരാജ നഗറിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനത്തിന് പതാക ഉയർത്തി. വൈകിട്ട് 4 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 113ാമത് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാംസ്കാരിക മൂല്യങ്ങളെ വീണ്ടെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള പരിഷത്തുകൾ സഹായകരമാകും എന്ന് ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു. Today's relevance of this Matha Parishad, Hindu Matha Parishad, and again I tell you, Hindu is not related again to this particular religion. Hindu is a way of life. Many people have tried to define this. Nobody could do this. But Supreme Court in our country tried to say something over this. They never said that Hindu is a religion. They said Hindu is a way of life. How we dwell here, how we stay here, how we behave with others, how we behave with our kutumba, parivar, my mother, my grandmother, my father, my sister. That is the dharma, and that itself is a Hindu dharma. പെരുങ്കുളം ചെങ്കോലാധീനം ശ്രീലശ്രീ ശിവപ്രകാശ ദേശിക സത്യജ്ഞാന പണ്ഡാര സന്നിധി സ്വാമികൾ ഉദ്ഘാടന സഭയിൽ ദീപപ്രോജ്വലനം നടത്തി മഹത് സാന്നിധ്യമായി. எப்பொழுதெல்லாம் நம்முடைய சனாதன தர்மத்திற்கு துன்பம் வருகின்றதோ, மக்கள் சனாதன தர்மத்தை மறந்து மாற்று வழியில் செல்கிறார்களோ, அப்பொழுதெல்லாம் ஞானிகளும் மகான்களும் அவதாரம் செய்திருக்கிறார்கள். அப்படி அவதாரம் செய்தவர்கள் தான் 100 ஆண்டுகளுக்கு முன்பாக திரு சட்டம்பி சுவாமிகள், அவருடைய காலத்திலே தான் சதானந்த சுவாமிகள், அதற்கு பிற்பாடு நாராயணகுரு. இப்படி கேரள தேசத்திலே நம்முடைய இந்து மதத்தினுடைய சனாதன தர்மத்தை எல்லாம் பாதுகாத்து வைத்திருக்கக்கூடிய அவர்களுக்கு நம்முடைய நமஸ்காரங்களை தெரிவித்துக் கொண்டு, நம்முடைய இந்து மதத்துடைய முக்கியமான குறிக்கோள்கள் திருமந்திரத்திலே திருமுனர் கூறுகிறார், யாவர்க்குமாம் இறைவர்க்கு ஒரு பச்சிலை. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സമ്പൂജ്യ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ, സദാനന്ദപുരം അവധൂതാശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാർ ചടങ്ങിനെ ശ്രേഷ്ഠമാക്കി. എല്ലാ ഹിന്ദുക്കളെയും, എല്ലാ ഹിന്ദു സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തമ്മിലടിച്ച് ഭിന്നമായി നിൽക്കുന്നത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം, നാടിനെന്ത് ഗുണം? നാം ഒന്നാണെങ്കിൽ എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. കേന്ദ്രത്തിൽ നമുക്ക് വിശിഷ്ടമായൊരു മന്ത്രിസഭ വന്നു.
എല്ലാ സമുദായത്തെയും നോക്കിക്കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലാവും. രാഷ്ട്രീയമാകുമ്പോൾ എതിർ കക്ഷികളെ പലതും പറഞ്ഞു വരും. അതിൽ ആര് വന്നാലും അതിനെതിരെ പറയുന്നവരുണ്ടാവും. പക്ഷെങ്കിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രവർത്തനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, റാന്നി MLA പ്രമോദ് നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ കാണുന്ന ഋഷി പാരമ്പര്യവും നമ്മൾ അറിയേണ്ട സനാതന ധർമ്മവും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ അറിയുന്നതല്ല യഥാർത്ഥം. ഈ നമ്മുടെ ആർഷഭാരത പാരമ്പര്യത്തിൻ്റെ സ്രോതസ്സുകളായ വേദോപനിഷത്തുകളുടെ സാരാംശമാണ് നമ്മുടെ സനാതന ധർമ്മം. യഥാർത്ഥത്തിൽ ഈ നാടിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ പങ്ക് നൽകിയ, നേതൃത്വം നൽകിയ ഒരു ഇടമാണ് ഈ ചെറുകോൽപ്പുഴ കൺവെൻഷൻ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ പരമമായ ചൈതന്യത്തിലേക്ക്, ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തിൽ നിന്ന് മാറി ഏറ്റവും വലിയ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള വഴി അറിവാണ്, വിജ്ഞാനമാണ് എന്ന ഗീത നമ്മോട് പറയുന്നു. അത് തിരിച്ചറിഞ്ഞ വലിയ ഒരു തലമുറയുടെ സാംസ്കാരികമായ, സാമൂഹ്യമായ, ആത്മീയമായ ആഖ്യാനമാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. ഫെബ്രുവരി 2 ആരംഭിച്ച സമ്മേളനം ഈ മാസം 9 സമാപിക്കുക. 113ാമത് പരിഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി 5 നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം. രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. ഹിന്ദുമതത്തെ ശിഥിലമാക്കിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഐത്തത്തിനുമെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കി ഏകീകൃത ഹിന്ദുമതത്തെ വാർത്തെടുക്കാൻ നേതൃത്വം കൊടുത്ത ആധ്യാത്മിക ആചാര്യൻ പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ഉദ്ബോധനങ്ങളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വാമികളുടെ മുഖ്യ ശിഷ്യനായ തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെ സാന്നിധ്യത്തിലും നിർദ്ദേശത്തിലും 1913 രൂപമെടുത്തതാണ് ഇന്നറിയപ്പെടുന്ന അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. കിഴക്കേ ചക്രവാളത്തിന് താഴെ ജനകോടികളുടെ വിശ്വാസ കേന്ദ്രമായ ശബരിമലയിൽ ആരംഭിച്ച് ആ പുണ്യതീർത്ഥവുമായി അഭംഗൂരമൊഴുകുന്ന പമ്പയുടെ പുളിനമാണ് സമ്മേളനവേദി. നിരവധിയായ ആധ്യാത്മിക സമ്മേളനങ്ങളും സാംസ്കാരിക ഉത്സവങ്ങളും ഇന്ന് പമ്പയെ കൂടുതൽ മനോഹരമാക്കുകയാണ്. എന്നാൽ ഈ പുണ്യതീരത്തിനെ കൂടുതൽ ധന്യമാക്കുകയാണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്.